ഒന്ന് ഓടി ഓടി വായോ മക്കളെ, നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയേക്കാം കേട്ടോ. അപ്പോൾ അതേ ഉള്ളി എടുത്ത് അരിയുന്ന കണ്ടാൽ തോന്നുന്നു ആരോടെ ഉള്ള കലിപ്പ് തീർക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അതല്ല, പെട്ടെന്ന് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഉള്ളി അരിയുന്നതാണ്. പക്ഷേ കാണുമ്പോൾ തോന്നും ആരോടെ കലിപ്പ് മൂത്തുള്ളി അരിയാണെന്ന്. നമുക്ക് തന്നെ അറിയാം, ഈ ചിക്കനെ, പാവം ചിക്കനെയാണ് പല പേരുകളിൽ നമ്മൾ അറിയപ്പെടുന്നത്. ഇത്രയും പേരുകളിൽ അറിയപ്പെടുന്ന വേറൊരു സാധനവും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഏതായാലും ചിക്കൻ നോക്കാം. നമ്മൾ ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കോട്ടെ. ഇപ്പോൾ നമ്മൾ സ്പെഷ്യൽ ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. സ്പെഷ്യൽ ചിക്കനാണല്ലോ നമ്മളെപ്പോഴും പരീക്ഷണം നടത്തുന്നത്. അപ്പോൾ നമുക്കിന്ന് അടുത്ത പരീക്ഷണം നടത്താം. കാരണം എല്ലാവരും എപ്പോഴും ചിക്കനൊക്കെ ഇങ്ങനെ കറി വെച്ചും വറുത്തും ഒക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട ഒരു കോഴിയെ പിടിച്ചിട്ടിട്ട് എന്തെല്ലാം പേരുകളിലാണ് കറികൾ ഉണ്ടായി വരുന്നത് അല്ലേ. ഇപ്പം നമ്മുടെ ചട്ടിയിൽ വെള്ളമയം എല്ലാം വറ്റിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു 3 സ്പൂണോളം വരുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നോട്ടെ. ആ സമയം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് അങ്ങോട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. ചിലർക്കൊക്കെ ചിക്കനിലും ബീഫിലും ഒക്കെ തേങ്ങാക്കൊത്തിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു കിടക്കിടക്കിടക്കിടാവുന്നൊരു കടി അടിക്കാമല്ലോ, നല്ല രസമല്ലേ. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയൊരു ബ്രൗൺ നിറമൊക്കെ ആകുമ്പോഴത്തേക്ക്, കളറാകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഇപ്പോൾ കുറച്ച് വെച്ചേക്കാം. കാരണം എണ്ണ നന്നായിട്ടങ്ങ് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഒന്ന് വളരെ കുറയ്ക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് ഏതായാലും തേങ്ങാക്കൊത്തൊന്ന് കളർ മാറി വന്നോട്ടെ. ഇപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്, കണ്ടല്ലേ, കളർ മാറി വന്നിട്ടുണ്ട്. അതിലേക്കൊരു 5-6 കറിവേപ്പില ഇട്ട് കൊടുത്ത് അതും കൂടെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റാം. അതോടൊപ്പം തന്നെ ഞാനൊരു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ വെളുത്തുള്ളിയാണ് കൂടുതലുള്ളത്, ഇഞ്ചി കുറവാണ്. ഇപ്പം വെളുത്തുള്ളി അതിൽ കൂടുതൽ വേണ്ടത്, അതുകൊണ്ട് തന്നെ വെളുത്തുള്ളിയാണ് കൂടുതൽ എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റാൻ, അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരാം. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക മണം നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ? ശ്രദ്ധിച്ചിട്ടില്ലേ അല്ലേ? നല്ലൊരു മണമല്ലേ വരുന്നത്. ഇതിൻ്റെയൊക്കെ ഈ ചിക്കൻ്റെയും ബീഫിൻ്റെയൊക്കെ ഹൈലൈറ്റ് ഇഞ്ചിയും വെളുത്തുള്ളി അതൊക്കെ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്. കാരണം ആ ഒരു മണവും, പ്രത്യേകിച്ചും അതിൻ്റെ കൂടെ പച്ചമുളകും കൂടെ ചതച്ചിട്ട് വേറൊരു മണം, നല്ലൊരു മണവും കിട്ടുന്നത്. അപ്പോൾ അത് ഇത് നന്നായിട്ട്, ഞാനിപ്പോൾ തീ കുറച്ച് വെച്ചേക്കുമായിരുന്നേ. അപ്പോൾ ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. കൂട്ടത്തിൽ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവിനനുസൃതമായിട്ട് എത്ര വേണമെന്ന് വെച്ചാൽ അത്ര പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ നോക്കുമ്പോൾ പച്ചമുളകില്ല. പിന്നെ ഞാൻ പോയി കാന്താരി മുളക് ഇങ്ങി എടുത്തു കേട്ടോ. വെറുതെ എന്തിനാ കാന്താരി നിന്ന് പാഴായി പോകുന്നതെന്ന് വിചാരിച്ചു. എന്തായാലും മുളകിൻ്റെ പേര് വന്നു, എരിവ് കിട്ടണം കുറച്ച്, പിന്നെ മുളകാകണം അല്ലേ. അപ്പോൾ ഏതായാലും ഞാൻ കാന്താരി ഇട്ടേക്കുന്നത്. നമ്മുടെ കയ്യിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ അത് തന്നെ മതി കേട്ടോ. പച്ചമുളക് ഇല്ലാത്ത കാരണം ഞാനിവിടെ ഇപ്പോൾ കാന്താരി ഇട്ടേക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. തീ നമ്മൾ നോക്കണം, പറ്റി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ നന്നായിട്ട് വഴന്ന് വരുന്നുള്ളത് പെട്ടെന്ന് കരിഞ്ഞു. അതുകൊണ്ട് നമ്മൾ തീ കൂട്ടിയൊന്നും വെക്കണ്ട, ആവശ്യാനുസരണം കൂട്ടിയോ കുറയ്ക്കോ ഒക്കെ ആവാം. അപ്പോൾ ഞാൻ ഏകദേശം കൂട്ടിയല്ല കുറച്ചുമല്ല വെച്ചേക്കുന്നത്, മീഡിയം സൈസിലിട്ട് വെച്ചേക്കാണ് തീയെ. ഇനി നമുക്ക് ഇക്കൂട്ടത്തിൽ നമുക്ക് സവാള ഒരു 3 മീഡിയം സൈസിലുള്ളൊരു 3 സവാള എടുത്തേക്കുന്നത്. ഇത്രത്തോളം ഇടുന്നുള്ളത്. ഇപ്പോൾ ഇത് വേറൊരു ആവശ്യത്തിന് മാറ്റി വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഇതും കൂടെ നന്നായിട്ടൊന്ന്, ഉള്ളിയും കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഒരു 3-4 മിനിറ്റെങ്കിലും എടുക്കും ഇതിപ്പം ഉള്ളി ഒന്ന് വഴന്ന് വരാൻ. ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് ഉള്ളി നന്നായിട്ട് വഴന്ന് കിട്ടും, പെട്ടെന്ന് കിട്ടും. അല്ലെങ്കിൽ കുറച്ച് താമസം വരും. മാത്രമല്ല ഉള്ളിയിൽ നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന ഈ മസാലയിലെല്ലാം നമ്മുടെ ഉപ്പ് പിടിക്കുകയും ചെയ്യും. ഇപ്പോൾ കുറേശ്ശെ ഉണ്ടല്ലേ, ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് വാടി വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും പോരാ കേട്ടോ. നന്നായിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആയി വരണം, എന്നാലേ അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ അതൊന്ന് ഒരു 1-2 മിനിറ്റ് സമയം കൂടെ കിടന്ന് വാടി മൂത്ത് കളറൊക്കെ ഒന്ന് വാടി വന്നോട്ടെ കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മുടെ ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് മൂത്തിട്ടുണ്ട് കണ്ടല്ലേ, ഒരു ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് തുഴഞ്ഞങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. ഇതിങ്ങനെ തുഴഞ്ഞ് മാറ്റി വയ്ക്കുമ്പോൾ നമ്മുടെ എണ്ണ ഇങ്ങോട്ട് ഇറങ്ങി വരും. ഇത് ഇപ്പോൾ ഈ പാനായതുകൊണ്ടാണ്, ചട്ടി കുഴിഞ്ഞതാണെങ്കിൽ എണ്ണ പെട്ടെന്ന് ഇറങ്ങി വന്നേനെ. പക്ഷേ ഇപ്പോൾ എണ്ണ ഇറങ്ങി വരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് മസാലയൊന്നും ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് കാശ്മീരി മുളക് പൊടി
1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, എരിവില്ലാത്തതാണ് കേട്ടോ. ഇനി എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ വേണം എടുക്കാൻ. അപ്പോൾ ഞാൻ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, എന്നാലും ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളെല്ലാം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. കൂട്ടത്തിൽ നമുക്ക് ഒരു സ്പൂൺ വേണ്ട, 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയാണ് ഇതിൻ്റെയൊക്കെ ഹൈലൈറ്റിൽ നിൽക്കുന്നത്. ഞാൻ തന്നെ പൊടിച്ചെടുത്തതാണ് കേട്ടോ, മേടിച്ചതൊന്നുമല്ല. അപ്പോൾ ഈ പൊടികളെല്ലാം നന്നായിട്ട് ഒരു 1-2 മിനിറ്റ് നമുക്ക് നമ്മുടെ മസാലകളിലെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക. അത് കുറഞ്ഞ തീയിൽ വെച്ച് വേണം കേട്ടോ, കൂടിപ്പോകരുത് തീ നോക്കണം പ്രത്യേകമായിട്ട്. ഒരു 1-2 മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പൊടിയുടെ പച്ചമണമൊക്കെ അങ്ങ് മാറി നമ്മുടെ ഉള്ളിയിലൊക്കെ ഇത് നന്നായിട്ട് പിടിച്ച് വരണം. ഇപ്പം നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഈ സമയത്ത് വീണ്ടും നമ്മൾ തുഴഞ്ഞു മാറ്റി വെച്ച് വെക്കുക. നമുക്ക് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് വെള്ളം ചേർക്കാതെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കൂട്ടത്തിൽ 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് മസാലയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോഴും തീ കുറച്ച് വെച്ചേക്കാണ് കേട്ടോ. നന്നായിട്ട് മസാലയുമായിട്ട് നമുക്ക് ഏകദേശം ഒരു 1-2 മിനിറ്റ് നമുക്കൊന്ന് ശരിക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് മൂടി വെച്ച് അടച്ചൊരു 2 മിനിറ്റോളം നമുക്ക് വേവിക്കാം. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ നേരത്തെ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പല്ല നമ്മൾ ചെയ്ത്. ആദ്യം ഉള്ളിയൊക്കെ വഴറ്റി, പിന്നെ നമ്മുടെ മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത്, അതിന് ശേഷമല്ലേ നമ്മുടെ തക്കാളി നമ്മൾ അരച്ച് പേസ്റ്റാക്കി നമ്മൾ ഇതിനകത്ത് ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണമല്ലോ. ഇപ്പോൾ നമുക്ക് മൂടി വെച്ചത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ മൂടി തുറന്ന് നോക്കാം. കണ്ടില്ലേ, അതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ അടച്ചു വയ്ക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അപ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം നന്നായിട്ട് മസാലയെല്ലാം നമ്മുടെ ഉള്ളിയിലും എല്ലാത്തിലും പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് അല്ലേ. കാണുമ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല മസാല എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്താണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. നേരത്തെ പറഞ്ഞ കണക്ക് ഇത് അങ്ങോട്ട് കുഴഞ്ഞ് മാറ്റി വയ്ക്കുക. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് വേണം നമ്മൾ ഉള്ളിയാണെങ്കിലും അതിനുള്ള മസാല അളവുകളാണെങ്കിലും എല്ലാം എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ കുറച്ചാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മസാലക്കൂട്ടുകളെല്ലാം വളരെ കുറവ് തന്നെയാണെന്ന്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഈ മസാലയെല്ലാം നമ്മുടെ ഈ ചിക്കനിൽ പിടിക്കണം. അതിനായിട്ട് നമ്മളൊരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശരിക്കും ചിക്കനിൽ ഈ മസാലയെല്ലാം പിടിച്ചാലാണ് അതിൻ്റെ ഒരു ഗുണം, അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അതിന് വേണ്ടി ഏകദേശം ഒരു 1-2 മിനിറ്റോളം തന്നെ നമുക്ക് ഇത് ഇളക്കി കൊടുത്തേ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ 2 പ്രാവശ്യമായിട്ട് ഇതിൽ ഉപ്പിട്ടിരുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നമുക്ക് ഉപ്പിടണ്ട. ലാസ്റ്റ് ഇതെല്ലാം കഴിയാനാവുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ ഉപ്പും എല്ലാം എരിവും ഉപ്പും ഒക്കെ നമുക്ക് ശരിക്കൊന്ന് രുചിച്ച് നോക്കാം. അതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് മൂടി വെച്ചടച്ച് ഒരു 10-15 മിനിറ്റ് വേണം ഇതൊന്ന് ചിക്കനൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 1-2 പ്രാവശ്യം ഒന്ന് അടപ്പ് തുറന്ന് നോക്കണം കേട്ടോ, അടുക്കി പിടിക്കാതെയും എങ്ങനെയാണ് അവസ്ഥയെന്നൊക്കെ. ഇപ്പം ഞാൻ ഏതായാലും മൂടി വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ഇത് വേവാൻ ഒരു 15 മിനിറ്റ് സമയം എടുക്കും. അപ്പോൾ ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. 1-2 പ്രാവശ്യം ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ തുറന്ന് നോക്കുകയാണ്. തുറന്ന് നോക്കുമ്പം വെള്ളമൊക്കെ അതിനകത്ത് നമ്മുടെ ചിക്കനിലൊക്കെ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ അത് ഇറങ്ങിയിട്ടുണ്ട്. ഇത് വെറും ഒരു 5 മിനിറ്റേ ആയുള്ളൂ. അപ്പോഴത്തെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് കേട്ടോ. ഈ 5 മിനിറ്റ് കൊണ്ടൊന്നും നമ്മുടെ ചിക്കൻ വേവത്തില്ല.
ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ച് അടക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഇതിപ്പം പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ഇത് മൂടിയെടുത്ത് വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് എന്താ സിറ്റുവേഷൻ നോക്കാം. കണ്ടില്ലേ, ഇപ്പം അതിനകത്തുള്ള വെള്ളമയമൊക്കെ കുറേ അങ്ങ് വറ്റിയിട്ടുണ്ട് അല്ലേ. കുറച്ച് മസാലയൊക്കെ നന്നായിട്ട് നമ്മുടെ ചിക്കനിലൊക്കെ പിടിച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ചിക്കൻ വെന്തോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കറക്റ്റ് ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ പിടിച്ചു. ഇനി ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിലല്ല, കറിവേപ്പില ഇട്ടാൽ നല്ലതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ കറിവേപ്പിലയും കുറഞ്ഞു പോയി. കറിവേപ്പില ഇട്ടാൽ നല്ലതാണ്. കറിവേപ്പിലയും കൂട്ടത്തിൽ 1/4 സ്പൂണോളം വരുന്ന ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ഞാൻ ജസ്റ്റ് ഇന്ന് രാത്രി മോക്ക് ചിക്കൻ റോസ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ എന്നാൽ പിന്നെ അങ്ങ് വീഡിയോ കൂടെ എടുത്തേക്കാമെന്ന് കരുതി. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തേക്കണേ മക്കളെ. അതെ, നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. മസാല എല്ലാം പിടിച്ച് വെള്ളമയമൊക്കെ എല്ലാം വറ്റി എല്ലാം വന്നിട്ടുണ്ട്. സമയത്ത് ഉപ്പൊന്നും കൂടി വേണമെങ്കിൽ നോക്കാം കേട്ടോ. കറക്റ്റ് പരുവാണ് എനിക്ക് ഉപ്പൊക്കെ. പിന്നെ ലാസ്റ്റ് ഒരു പരിപാടിയും കൂടെ ഉണ്ട്. അടുപ്പ് ഓഫാക്കുന്നതിന് മുന്നേ ഒരു സ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം കറക്റ്റ് അതിൻ്റെ രുചിയൊക്കെ വരും. ഇനി നമുക്ക് അടുപ്പങ്ങ് ഓഫാക്കിയേക്കാം. ഇപ്പോൾ നമ്മൾ അടുപ്പ് ഓഫാക്കിയിട്ടുണ്ട്. ഇവിടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. ഇതിന് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ പൂരിയുടെ കൂടെയോ ഒക്കെ നമുക്കിത് കഴിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തേക്കണേ. ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.